അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖയുടെ കുടുംബസംഗമം മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖയുടെ കുടുംബസംഗമവും SSLC +2 അവാർഡ് വിതരണവും ചികിത്സാ സഹായവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളായ TK കലാദേവി, ശോഭ ജോഷി, സൂര്യ അനിൽകുമാർ, രമ്യ മണിലാൽ എന്നിവർക്കും എടവിലങ്ങ് പഞ്ചായത്തിൽ വിജയിച്ച സിന്ധു അജയകുമാറിനും സ്വീകരണം നൽകി. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2011 ഏറ്റവും അവസാനത്തെ സെൻസസ് നടന്നത്. ആ കണക്കാണ് ഇപ്പോൾ നമ്മൾ അധികാരികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ മാത്രമാണ് ഇന്നത്തെ ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി കഴിയും. ഇന്ത്യയുടെ ഭരണഘടനയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, എല്ലാ പൗരന്മാരും ആർട്ടിക്കിൾ 14 പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എല്ലാ പൗരന്മാരും ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് മുമ്പിൽ സമന്മാരാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ അവർ വേർതിരിക്കപ്പെടാൻ വേണ്ടി പാടില്ല. എന്നാൽ അതേസമയം തന്നെ ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്, ഒരു റീസണബിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ടാകണം. എല്ലാ പൗരന്മാരും തുല്യരാകുന്നതിന് വേണ്ടി ചില വിഭാഗങ്ങൾ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് തുല്യരായി നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നതിനെ സംബന്ധിച്ച് ഭരണഘടന തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഭരണഘടനാനുസൃതമായ ഒരു സംവരണമാണ് നമ്മുടെ രാജ്യത്തിനകത്തുള്ളത്. അതിലേറെയും കുറഞ്ഞും എല്ലാ സംഘടനകളും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കൂടുതൽ വേണമെന്ന് പറയുന്നതുകൊണ്ട് നിലവിലുള്ള സംവരണം പോരാ, അല്ലെങ്കിൽ പുതിയതായി ഏർപ്പെടുത്തണമെന്ന് പറയുന്നവരുണ്ട്, എന്നേക്കുമായി സംവരണം അവസാനിപ്പിക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ശാസ്ത്രീയമായി ഇതിനോട് അടുത്തവർ ഉണ്ടാകണമെങ്കിൽ രാജ്യത്തിനകത്ത് ഇന്നത്തെ പൗരന്റെ അവസ്ഥകൾ എവിടെയെത്തി നിൽക്കുന്നതിനെ സംബന്ധിച്ച് ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ മാത്രമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധി നിരന്തരമായി രാജ്യത്തിന്റെ തെരുവുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതേസമയം AKVMS മേത്തല ശാഖ പ്രസിഡന്റ് TP രാജൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ സിവിൽ എക്സൈസ് ഓഫീസർ വിനായക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. SSLC അവാർഡ് വിതരണം സംസ്ഥാന ബോർഡ് മെമ്പർ AR സുബ്രഹ്മണ്യനും, +2 അവാർഡ് വിതരണം KVMS സംസ്ഥാന സെക്രട്ടറി TK കലാശിവനും നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെ താലൂക്ക് സെക്രട്ടറി TB സുരേഷ് ബാബു ആദരിച്ചു. ചികിത്സാ സഹായ വിതരണം താലൂക്ക് പ്രതിനിധി NK അനിൽകുമാർ നിർവഹിച്ചു. PA കുട്ടപ്പൻ, TB സുധി, PC രാജിമോൾ, രാധാമോഹനൻ, AS വിജയകുമാർ, ജിഷ സതീശൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KU ആനന്ദൻ സ്വാഗതവും ഖജാൻജി TR ശശി നന്ദിയും പറഞ്ഞു.